കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ ആനന്ദനാമമായി വന്ന ഗുരുവരനേ. ആനന്ദനാമമായി വന്ന ഗുരുവരനേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ. സന്യാസ സംഘത്തിൽ അംഗമായി വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആനന്ദതീർത്ഥ സ്വാമി ദേഹവിയോഗം ചെയ്തു. കഴിഞ്ഞ ദിവസം എന്തയാർ ശാഖാശ്രമത്തിൽ ഗംഭീരമായ ഒരു ആരാധനയും അനുസ്മരണമായി ഒരു ചെറിയ സമ്മേളനവും സദ്യയും എല്ലാ പരിപാടികളോടും കൂടി എല്ലാം നടത്തപ്പെട്ടു. ഇന്നേ ദിവസം ആത്മാവിൻ്റെ ശാന്തിക്കായുള്ള നിലവിളക്ക് സമർപ്പണം ഇപ്പോൾ ഈ ആരാധനയിൽ വെച്ച് നടത്തുകയാണ്. കുടുംബാംഗങ്ങളും സന്യാസ പരമ്പരകളും എല്ലാവരും ഒത്തുചേർന്ന് ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഇപ്പോൾ നിലവിളക്ക് സമർപ്പിക്കുകയാണ്. മഹാശക്തി അത് സ്വീകരിക്കട്ടെ, ആത്മാവിന് നിത്യശാന്തിയെ ദാനം ചെയ്യുമാറാകട്ടെ. ശാന്തി തരിക ദേവാ, 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 ശാന്തി ദേവാ. അഖില ലോകേശ അവതാരരൂപ ആത്മാവിൽ വാഴണേ നാഥ, എൻ്റെ ആത്മാവിൽ വാഴണേ നാഥ. അഖില അവതാരരൂപ ആത്മാവിൽ വാഴണേ നാഥ, എൻ്റെ ആത്മാവിൽ വാഴണേ നാഥ.
ഇല്ലല്ലോ അവതാരൂപ ആത്മാവിൽ വാഴണേ നാഥ എൻ്റെ ആത്മാവിൽ വാഴണേ നാഥ. അഖിലാത്മാക്കൾക്കും ഏകാത്മാവാകുന്ന പരമാത്മാവ് ഈ ലോകത്തിൽ അവതാരമായി വന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താൽ സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ ഉന്നതമായ ആ അവതാരവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പൊന്നുപാദത്തിലെത്തുവാനും സ്നേഹലാളനങ്ങൾ അനുഭവിക്കുവാനും അളവില്ലാത്ത കാരുണ്യവും കരുതലും അനുഭവിക്കുവാനും ഉന്നതമായ സുഖാനുഭൂതികളെയും ആനന്ദത്തെയും അനുഭവിക്കുവാനും മഹാഭാഗ്യം സിദ്ധിച്ച ആത്മബോധോദയ സംഘാംഗങ്ങളായ പൊന്നോമന കുഞ്ഞുങ്ങളെ ഉന്നതമായ ഒരു ആരാധനയിൽ വീണ്ടും വന്ന് പങ്കുചേരുവാൻ അനുവദിച്ച ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉന്നതനും ഉടമസ്ഥനുമാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ പിൻപറ്റി നിത്യജീവിതം ചെയ്യുക എന്നുള്ള നിർദ്ദേശമാണ് എല്ലാ ആഴ്ചകളിലും നിങ്ങളിലേക്ക് ഞാൻ ഉറപ്പിക്കുന്നത്. കാരണം അതില്ലാതെ മറ്റൊന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. മഹാകാരുണ്യമില്ലാതെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും എന്തെല്ലാം സ്ഥാനമാനങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ അനേക ശതകോടികൾ നമ്മളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലും ആ കാരുണ്യമില്ല എങ്കിൽ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോകും. ആ കാരുണ്യമാണ് ഒരു ആത്മാവിൻ്റെ പൂർണ്ണതയ്ക്കുള്ള ഏക വഴി, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇപ്പോൾ ഗുരു തിരുവവതാരമായി വന്ന് ലോകത്തിൽ വാഴുമ്പോൾ നമുക്ക് ആ കാരുണ്യത്തെ നുകർന്ന് അനുഭവിക്കുവാനുള്ള അനേകം എളുപ്പ വഴികളുണ്ട്. അത് ഒരു കീർത്തനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അനേകം 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 വഴികൾ. ഓരോരോ കാലത്തു വന്ന ദുഃഖം ഓരോ നുണർത്തിയാൽ താനുണരും. ആ കീർത്തനത്തിൽ അങ്ങനെ പുറകോട്ട് പുറകോട്ട് താഴോട്ട് താഴോട്ട് ഒരുപാട് വഴികൾ, സമ്പൂർണമായ വഴികൾ അനുവദിച്ച് ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ആയതുകൊണ്ടാണ് ആദ്യത്തെ വരി തന്നെ ഇതായി തീർന്നത്. ഓരോരോ കാലത്ത് വന്ന ദുഃഖം ഓരോന്നുണർത്തിയാൽ താനുണരും. മിക്കവാറും 99.9% ആളുകളും ആ വിധത്തിൽ തന്നെയാണ് ഗുരുപാദത്തിൽ ആശ്രയിച്ചു തുടങ്ങുന്നത്. എന്തെല്ലാം നീചപ്രവൃത്തികളിലൂടെ കടന്നു വന്നവരായാലും എന്തെല്ലാം നിഷ്ഠൂരമായ കർമ്മങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാലും കണ്ണുനീരോടുകൂടി പാദത്തിലെത്തിയാൽ ദുഃഖം ഹൃദയം തുറന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തെ പാടെ സംഹരിച്ച് സുഖത്തെ ദാനം ചെയ്യുന്ന ഇതുപോലെ ഒരു അവതാരം ഇതിനു മുമ്പ് ലോകത്തിലുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. കാരണം ഇത് സമ്പൂർണ്ണ അവതാരമാണ്. അപ്രകാരമുള്ള ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരും പരിശീലിക്കേണ്ടുന്നതിന് അത്യാവശ്യമാണ് ഓരോ ആരാധനയിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ആ പരിശീലനം സിദ്ധിക്കണം. അവരവരുടെ ഉള്ളിലിരിക്കുന്നതെല്ലാം ശരിയാണ് എന്ന് കരുതി അങ്ങ് മുമ്പോട്ട് പോകുന്നതല്ല ആദർശ ജീവിതം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നിഷ്ടങ്ങളൊക്കെ മാറ്റി അവരവരിലുള്ള ജന്മാന്തരമായി നിൽക്കുന്ന പല ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ പരിശോധിച്ചറിഞ്ഞ് കൃത്യമായും അത് ഗുരുവിന് ഹിതമാണോ എന്ന് പരിശോധിച്ച് അതിനോട് ചേർത്ത് പിടിച്ച് ആദർശത്തിൽ ജീവിക്കുമ്പോഴാണ് മഹാകാരുണ്യം നമ്മളിൽ കുറവ് കൂടാതെ ലഭിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എല്ലാ ആരാധനയ്ക്കും വരുന്നു, എല്ലാ ദിവസവും നേർച്ച കൊടുക്കുന്നു, പല വിധത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നു. ഇതൊന്നും കൊണ്ട് ഇത് പൂർത്തിയാകുന്നതല്ല. പിന്നെന്ത് വേണം? ഹൃദയം തുറന്ന് ഹൃദയേശ്വരനോട് ചേർന്ന് ലയിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ലയനം ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായ പരിശുദ്ധി ഉണ്ടാവണം. ആ പരിശുദ്ധ ജീവിതമാണ് ദൈവം നമുക്കായി തുറന്നു വച്ചിരിക്കുന്നത്. ഓരോരുത്തരും നിർബന്ധമായും ആ പരിശുദ്ധ ജീവിതം ചെയ്ത് മുന്നോട്ട് ജീവിക്കുവാൻ പ്രാപ്തരാകട്ടെ. ഈശ്വരൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവരമാരുളുക ഗുരുവരനേ, തിരുവര
വസിക്കുന്ന പരമഗുരുവിന്റെ പരമോന്നതമായ രൂപം, പരലോകമായി നിറഞ്ഞു വസിക്കുന്ന പരമഗുരുവിന്റെ പരമോന്നതമായ രൂപം, അതൊരു ആത്മാവിന്റെ രൂപമായി കാണുവാനുള്ള വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ദാനം ചെയ്യുന്നത്. അതൊരു ആത്മാവിന്റെ രൂപമായി കാണുവാനുള്ള വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ദാനം. പലർക്കും അത്ഭുതം തോന്നിയേക്കാം, പലർക്കും അത്ഭുതം തോന്നിയേക്കാം, കൗതുകം തോന്നിയേക്കാം, കൗതുകം തോന്നിയേക്കാം, ഒരു അസാധാരണത്വം തോന്നിയേക്കാം. ഒരു അസാധാരണത്വം തോന്നിയേക്കാം. അതൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അറിയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ജീവിച്ചാൽ മതി, തീർച്ചയായും ഇത് അനുഭവമാകുമെന്നുള്ളതാണ് സത്യം. അറിയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ജീവിച്ചാൽ മതി, തീർച്ചയായും ഇത് അനുഭവമാകും എന്നുള്ളതാണ്. അഖിലാണ്ടം സൃഷ്ടിച്ച് അതിലെല്ലാം നിറഞ്ഞു വാഴുന്ന ഒരു പരാശക്തിയെ എന്റെ ആത്മാവിന്റെ രൂപമായി കാണുമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അഖിലാണ്ടം സൃഷ്ടിച്ച് അതിലെല്ലാം നിറഞ്ഞു വാഴുന്ന ഒരു പരാശക്തിയെ എന്റെ ആത്മാവിന്റെ രൂപമായി കാണാൻ സാധിക്കുന്നു. പരമാത്മാവ് തന്റെ സ്വന്തം രൂപത്തിലാണ് ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നത്. പരമാത്മാവ് തന്റെ സ്വന്തം രൂപത്തിലാണ് ആത്മാവിനെ നിർമ്മിച്ചത്. ആത്മാവല്ലാതെ പരമാത്മരൂപത്തെ അതുപോലെ കാണാൻ കഴിവുള്ള വസ്തു പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. ആത്മാവല്ലാതെ പരമാത്മരൂപത്തെ അതുപോലെ കാണുവാൻ കഴിവുള്ള ഒരു വസ്തു പ്രപഞ്ചത്തിൽ. എന്തുകൊണ്ട്? ഏതു ജ്ഞാനവും ആത്മാവറിയും, ഏതു ജ്ഞാനവും ആത്മാവിൽ നിന്നല്ലാതൊരു കാണപ്പെടുന്ന സർവ്വതും ഉളവാക്കുവാൻ മൂലാധാരമായി നിന്ന് പ്രവർത്തിച്ചത് ആത്മസ്വരൂപമാണ്. അപ്പൊ ആധാരഭൂതനായ ആദിനാഥൻ ആത്മാവിനെയാണ് ആദ്യമായി ഉളവാക്കിയത്. ആ ആത്മാവിനാണ് സർവാധികാരം കൊടുത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ വന്നാലോ, ഒരു തുണ്ട് ഭൂമിക്കോ, അല്ലെങ്കിൽ ഒരു കഷ്ണം ആഹാരത്തിനോ, അതല്ലെങ്കിൽ ഒരു സ്വർണത്തിനോ, എന്തിനു പറയുന്നത് നിസാരങ്ങളിൽ നിസാരമായ കാര്യത്തിന് പോലും കടിപിടികൂടുകയാണ്. എന്തുകൊണ്ട്? ഈ സത്യം അറിയുന്നില്ല. മനുഷ്യ ജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, മനുഷ്യ ജന്മമേ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി, മനുഷ്യ ജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, മനുഷ്യ ജന്മമേ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി. പല ജന്മങ്ങളിൽ കൂടി കടന്നു വന്ന ഒരു മറ ആത്മാവിനെ അങ്ങനെ കവർന്നു പിടിച്ചിരിക്കുകയാണ്. എടാ, ഇതിന് ഞാനാണ് ഉത്തരവാദി, ഞാൻ ജന്മമെടുക്കാൻ പറഞ്ഞത് ദൈവം, എന്നെ ഇങ്ങോട്ട് നിയോഗിച്ച് അയച്ചത് ദൈവം, ഈ പ്രപഞ്ചത്തിൽ ഈ കൗതുകമെല്ലാം ഉളവാക്കി വെച്ചത് ദൈവം, ഈ കാണുന്നതിലൊക്കെ എന്നെ കൊണ്ടുകിടന്നത് ദൈവം, എന്നെ ഇതെല്ലാം ഭ്രമിപ്പിച്ചത് ദൈവം, ഈ ഭ്രമം ഉണ്ടാകത്തക്ക വിധം ഇതെല്ലാം നിർമ്മിച്ചു വെച്ചത് ദൈവം. പിന്നെ ഈ മറയുണ്ടായതിന് കുറ്റക്കാരൻ ഞാനാണോ? തീർച്ചയായും കുറ്റക്കാരൻ അവരവര് തന്നെയാണ്. എന്തുകൊണ്ട്? ഇതിലെല്ലാം അങ്ങനെ ഭ്രമിച്ച് ജീവിക്കാനല്ല നിന്നെ അയച്ചത്. മഹത്വം, ഭാഗ്യം, സ്വസ്ഥത തിരിച്ചു ഗുരുവിൽ എത്തിക്കാനാണ് ഇങ്ങോട്ട് അയച്ചത്. പോക പോകാത്മാവേ പോകണം ഭൂമിയിൽ, പോക അല്പനാൾ വാണിടുവാൻ, അല്പനാൾ ഇവിടെ കഴിഞ്ഞുകൂടുവാൻ വേണ്ടി നിയോഗിച്ച് അയച്ചതാണ്. എന്തിനു വേണ്ടി? സൃഷ്ടി ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. സൃഷ്ടിക്ക് ഉദ്ദേശം എന്തായിരുന്നു? ജന്മാന്തര ജ്ഞാനോപദേശം പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. തന്നെത്താൻ ആലോചിച്ച് എന്താണ് ആവശ്യമെന്ന് തോന്നിയത്? മഹത്വം, ഭാഗ്യം, സ്വസ്ഥത, മനുഷ്യ ജീവിതം കൊണ്ട് കരസ്ഥമാക്കിയിടണം എന്നറിഞ്ഞുകൊള്ളുക. സൃഷ്ടി ഉദ്ദേശം അതാണ്. എന്താണ്? മഹത്വം, ഭാഗ്യം, സ്വസ്ഥത. എടാ, ദൈവത്തിനാണോ ഇതൊക്കെ ഇല്ലാത്തത്? അതെ, ദൈവത്തിന് ഇതില്ലാത്ത ആളാ.
ഇല്ലാത്ത ആളാണ്. എപ്പോഴാ? എപ്പോഴാ? സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ്. സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് താൻ ഏകനായിരിക്കുമ്പോ താൻ ഏകനായിരിക്കുമ്പോൾ യാതൊന്നുമില്ല, യാതൊന്നുമില്ല, ചിന്തയില്ല, ചിന്തയില്ല, ബന്ധമില്ല, ബന്ധമില്ല, മോഹമില്ല, ഗുണങ്ങളില്ല, ഗുണങ്ങളില്ല, വികാരങ്ങളില്ല, യാതൊരു ചലനങ്ങളും ഇല്ല. യാതൊരു ചലനങ്ങളും അങ്ങനെ ഇല്ല. ഇരിക്കുമ്പോൾ താൻ സ്വസ്ഥനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ സ്വസ്ഥനാണ്. അവിടെ മറ്റൊന്നിനെ കുറിച്ചും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അവിടെ മറ്റൊന്നിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും ഇപ്പൊ നമ്മൾ കഴിയാത്ത പറഞ്ഞു പഠിപ്പിക്കുമ്പോ പറയും ശൂന്യമായിരുന്നു എന്ന് പറയും. പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ പറയും ഇപ്പൊ ശൂന്യമായി. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ശൂന്യത്തെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ശൂന്യത്തെ നമ്മൾ എങ്ങനെ ഇപ്പൊ പഠിപ്പിക്കും? കൈവെള്ള കാണിച്ചിട്ട് പറയാൻ എന്റെ കൈവെള്ള ശൂന്യമാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വസ്തുവ കയ്യിലുണ്ടാവും? കൈ കാണിച്ചിട്ട് കൈവെള്ള കാണിച്ചിട്ട് എന്റെ കൈ ശൂന്യമാണെന്ന് പറഞ്ഞാൽ എന്തെല്ലാം വസ്തുക്കൾ അതിനുള്ളിൽ ഉണ്ടാവും? പഞ്ചഭൂതങ്ങളും ഈ കയ്യിലുണ്ട്, പഞ്ചഭൂതങ്ങൾ ഈ കയ്യിലുണ്ട് അല്ലേ? അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം ഈ കൈക്കുള്ളിലുണ്ട്. ഇപ്പോ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം ഈ കൈക്കുള്ളിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്താരൂപത്തിലല്ല എന്ന് മാത്രം. നമ്മൾ ചിന്തിക്കുന്ന അതിന്റെ ചിന്താരൂപത്തിൽ ഘടകങ്ങൾ മാറി മാറി നിൽക്കുന്നു, അതുകൊണ്ട് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നില്ല. ഘടകങ്ങൾ മാറി മാറി നിൽക്കുന്നു, അതുകൊണ്ട് പ്രത്യക്ഷമായി പക്ഷേ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പേർക്ക് തിങ്ങിയിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് തിങ്ങിയിരുന്ന് ഈ ആരാധനയിൽ അതുപോലെ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ, പല വാതകങ്ങളും ഉണ്ട്, പല മൂലകങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് ഈ അന്തരീക്ഷത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്നിടത്ത് നമ്മൾ ശൂന്യത എങ്ങനെ പ്രകടിപ്പിക്കും? ഇതെല്ലാം നിറഞ്ഞ് ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നിടത്ത് നമ്മൾ ശൂന്യതയെ എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ പ്രകാശിപ്പിക്കും? ഒരാളിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരാളിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ കാണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ശൂന്യാവസ്ഥ ഇപ്പോൾ സത്യത്തിൽ നിശ്ചയിക്കാനേ കഴിയില്ല. ശൂന്യാവസ്ഥ ഇപ്പോൾ സത്യത്തിൽ നിശ്ചയിക്കാൻ, കാരണം ആ സൃഷ്ടി ആരംഭിച്ച സമയം മുതൽ സർവ്വതും സമ്പൂർണ്ണമായി അങ്ങനെ നിൽക്കുകയാണ്. കാരണം സൃഷ്ടി ആരംഭിച്ച സമയം മുതൽ സർവ്വതും സമ്പൂർണ്ണമായ മനുഷ്യലോകത്തിന് അധികാരം കൊടുത്ത് അയച്ചിരിക്കുന്നിടത്ത് മനുഷ്യലോകത്തിന് അധികാരം കൊടുത്ത് അയച്ചിരിക്കുന്നു. മനുഷ്യന് ആവാസ വ്യവസ്ഥ സർവ്വതും സർവശക്തി തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. മനുഷ്യൻ ആവാസ വ്യവസ്ഥ സർവ്വതും സർവശക്തി തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടാണ് ശ്വസിക്കാനുള്ള വായു, ശ്വസിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം, പിന്നെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം പ്രകൃതിയിൽ ഉളവാക്കി വെച്ചിട്ടാണ് സർവാധികാരം തന്നിങ്ങോട്ട് അയച്ചത്. ഈ ലോകത്തിൽ ഒരു ശൂന്യാവസ്ഥ ഇപ്പൊ ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോ അന്ന് ഈ ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ ഈ ശക്തി ഉണരാതെ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ നിന്ന് ഉണർച്ച ഉണ്ടായപ്പോഴാണ് താൻ ആരാണെന്ന് താൻ തന്നോട് തന്നെ ചോദിച്ചത്. ഉണർന്നു, ചിന്തിച്ചു, അറിഞ്ഞു. അപ്പൊ അറിഞ്ഞപ്പോ എന്തുണ്ടായി? തന്നെ താൻ തന്നെ കാണുകയാണ് തന്റെ ആത്മസ്വരൂപം. ആ ആത്മസ്വരൂപത്തെയാണ് നിങ്ങളെ ഓരോരുത്തരിലേക്കായിട്ട് ഇങ്ങനെ പകുത്ത് 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 തന്ന് നിലനിർത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മറന്നുപോയത്. മായാമറ മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ, മായാമറ മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ, ജ്ഞാന സമ്പൂർണ്ണനാം ജന്മി വന്നുദിച്ചല്ലോ. ജഗദീശൻ അവതാരമായി വന്നു നിന്നുകൊണ്ട് ജന്മാന്തര ജ്ഞാനത്തെ ആത്മാവിൽ ഉപദേശിക്കുന്നു. ഉപദേശിക്കുന്ന ഉപദേശം സ്വീകരിക്കുന്നവരിൽ ഇതെല്ലാം ബോധ്യപ്പെടും. എങ്ങനെ സ്വീകരിക്കുന്നവർ? ആദരസമന്വിതം ഇതിനെ സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അല്പാൽപമായി മായാമറ എങ്ങനെ മാറി മാറി വിശുദ്ധമായ ഹൃദയം രൂപപ്പെടുകയാണ്. ആ ഹൃദയങ്ങളാണ് ആരാധിക്കുന്നത്. ആരെ ആരാധിക്കും? ആരാണോ ഈ അറിവ് ആത്മാവിലേക്ക് ഭവിപ്പിച്ചത് ആ രൂപത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഓ ജന്മവിത്തായുള്ള ദിവൻ ജന്മാന്തര ജ്ഞാനമിവൻ, ജന്മവിത്തായുള്ള ദിവൻ ജന്മാന്തര ജ്ഞാനമിവൻ. ആ ജന്മാന്തര ജ്ഞാനത്തിന്റെ ഉടമസ്ഥൻ ഭഗവാൻ ഇതാ
നിൽക്കുന്നു എന്ന് ആത്മാവ് സ്വയം അറിയുകയാണ്. ആ സ്വയം ബോധ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. എല്ലാവരും എളുപ്പം പറയും അനുഭവമാണ് ഗുരു. ആ ഗുരുവിനെ അനുഭവമാകണമെങ്കിൽ കുറച്ചൊരു സത്യജീവിതം നയിച്ചെങ്കിലേ പറ്റൂ. അല്ലാതെ നല്ല ഉടുപ്പും മുണ്ടും കൊണ്ടോ അല്ലെങ്കിൽ നല്ല സാരി കൊണ്ടോ നല്ല ചുരിദാർ കൊണ്ടോ ഒന്നും ഈ കാര്യം സാധിക്കാൻ പറ്റൂല. വേഷം കെട്ടലുകൾ കൊണ്ടോ ഒന്നും ഈശ്വരനെ പിടിക്കാൻ പറ്റൂല. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയമൊരുക്കി ഒരുങ്ങുന്ന ഹൃദയത്തെ ഒരുക്കി അതിൽ എഴുന്നള്ളുവാനാണ് ഭഗവാൻ കാത്തിരിക്കുന്നത്. ഒരുങ്ങുന്നുവെന്ന് കണ്ടാൽ താൻ കൂടെ നിന്നങ്ങ് ഒരുക്കും. പണ്ട് കുറൂരമ്മ എന്ന് പറഞ്ഞ ഒരു ഭക്തയ്ക്ക്, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള കഥയാണ്, പൂജയ്ക്ക് ഒരുക്കാൻ എന്നും ഒരു ചെറിയ ബാലൻ ചെല്ലും. ഒരു കൊച്ചു ചെറുക്കൻ ദിവസം പൂജ സമയമാകുമ്പോൾ ഓടിച്ചെല്ലും. അപ്പൊ ഈ കുറൂരമ്മ തീരെ വയസ്സായിരിക്കുകയാണ്. പാത്രങ്ങൾ തന്നെ എടുത്ത് കൈകാര്യം ചെയ്യാൻ ഉള്ള ആ ഒരു ആരോഗ്യമില്ല. അപ്പൊ ഈ ആൾ ഓടി അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്ന് ഇതെല്ലാം പറക്കി വെച്ച് തേച്ച് മെഴുക്കി പൂവൊക്കെ ഒരുക്കി ഇതെല്ലാം ചെയ്തെല്ലാം ഭംഗിയായി അർപ്പിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് ഇയാളങ്ങ് പോകും. ഇത് എവിടുത്തെ എന്തുവാന്ന് കുറൂരമ്മയ്ക്ക് പോലും അറിയില്ല. ആ കുറൂരമ്മതൻ വാത്സല്യ പൂജയിൽ ചെറുബാലനായി നീ ചെന്നെത്തിയെന്ന് പാട്ടുകൾ പോലും ഉണ്ട്. അങ്ങനെ ചെറുബാലനായിട്ട് എന്ന് ഒരുക്കുകയാണ്. എന്താ കാരണം? കുറൂരമ്മ പരമഭക്തയായിരുന്നു. അത് അയലത്തുകാർ കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നുണ്ട്. വൈഷ്ണവ പ്രഭാകര ആത്മലോകന്ന് എന്തിനാ അയലത്തുകാരന്റെ ഇളകണം, അവനവിടെ ഇരുന്ന് വേളം ഉണ്ടാക്കണം. അതല്ല ഭക്തി. അത് അങ്ങനെ വേഷം കെട്ടലല്ല വേണ്ടേ. ഭക്തിയോടുകൂടി ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. ഉച്ചത്തി പാടുന്നതിനൊന്നും കുഴപ്പമില്ല. ഈ ചിന്ത വന്നാലാണ് അവിടെ ഇളകുന്നത്. ഇവിടെ നിന്ന് എത്തി നോക്കും, അവൻ എത്തി നോക്കുന്നു. ഈ അടുത്ത സമയത്ത് ഒരു കഥ കണ്ടു. ഒരു വീട്ടിലൊരു സ്ത്രീ തിണ്ണയ്ക്ക് പത്രം വായിച്ചുകൊണ്ടിരുന്ന പുരുഷനെ വിളിച്ച് ബാത്റൂമിലോട്ട് കൊണ്ടുപോയി. എന്താ നീ കാര്യം പറ, ഞാൻ പറയാം വാ. വിളിച്ച് വളരെ ഗൗരവമായിട്ട് അങ്ങ് വിളിച്ച് ബാത്റൂമിൽ കൊണ്ടുവന്നു. അങ്ങേര് സിറ്റൗട്ടിൽ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പുരുഷനാണല്ലോ സ്ത്രീയേക്കാൾ എപ്പോഴും നീളം ഉള്ളത്. അപ്പൊ അദ്ദേഹം കറങ്ങിയൊക്കെ നോക്കിയിട്ട് ഒരു വിധത്തിലും കാണാൻ വയ്യ. താഴെ നോക്കിയാൽ പറ്റത്തില്ല. ഇതിലോട്ട് കയറി നിൽക്കുക, ബക്കറ്റ് കമത്തിയിട്ടിരിക്കുക, അതിനകത്തോട്ട് കയറി നോക്കാൻ എങ്ങനെയുണ്ട്. അപ്പൊ ഇല്ലാത്ത പൊല്ലാപ്പ് ഉണ്ടാക്കി എടുക്കൂല്ലോ എന്ന് പറഞ്ഞതുപോലെ അല്ല. കപടഭക്തി കൊണ്ടൊന്നും കാര്യമില്ല. നിഷ്കളങ്ക ഭക്തി കൊണ്ട് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ നിഷ്കളങ്ക ഭക്തി കൊണ്ട് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ ദാസനെ പോലെ എഴുന്നള്ളി താൻ വരുന്നുണ്ട്. നിഷ്കളങ്ക ഭക്തി കൊണ്ട് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ ദാസനെ പോലെ എഴുന്നള്ളി താൻ വരുന്നുണ്ട്. ഇഷ്ടാനിഷ്ടം കണ്ടറിഞ്ഞ് കൂടെ നിന്നു പ്രവർത്തിക്കും. ഇഷ്ടാനിഷ്ടം കണ്ടറിഞ്ഞു കൂടെ നിന്നു പ്രവർത്തിക്കും. സ്വർഗപുരി മന്നിടത്തിൽ അനുഭവ
കണ്ടറിഞ്ഞു കൂടെ നിന്നു പ്രവർത്തിക്കും. സ്വർഗപുരി മണ്ണിടത്തിൽ അനുഭവമായി ദൈവം കൂടെ വസിക്കുമ്പോൾ സ്വർഗാമി പാരിടത്തിലായി. ദൈവം കൂടെ വസിക്കുമ്പോൾ സ്വർഗം ഈ പാരിടത്തിലായി. മർത്യനിലനുഭവമായി വരുന്നു സത്യം. ദൈവം കൂടെ വസിക്കുമ്പോൾ സ്വർഗാമി പാരിടത്തിലായി. മർത്യനിലനുഭവമായി വരുന്നു സത്യം. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ. നിഷ്കളങ്ക ഭക്തിയോടെ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, നിഷ്കളങ്ക ഭക്തിയോടെ ഒരുങ്ങിക്കൊള്ളുക. പ്രകാരം ഒരുങ്ങുന്ന ഹൃദയത്തിൽ കൂടെ നിന്നൊരുക്കാൻ കരുണാധി ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ഇലന്തൂര് രാജഭക്തന്റെ ഭവനത്തിൽ ഒരു പ്രതിഷ്ഠാകർമ്മം നടന്നു. പുനഃപ്രതിഷ്ഠയായിരുന്നു. നേരത്തെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഒരുക്കി അതിന്റെ കർമ്മങ്ങളൊക്കെ നടത്തി. അപ്പോ അവിടെ വന്ന് അതിന്റെ അനുഭവം പറഞ്ഞത് അത് നടത്തിയ കുടുംബനാഥൻ ഉൾപ്പെടെയുള്ള അവിടെ പങ്കെടുത്ത ഓരോരുത്തരും വന്ന് പറഞ്ഞ അനുഭവം ഓരോന്നും അവിടെ അങ്ങ് ഒരുക്കപ്പെടുകയായിരുന്നു. ഓരോന്നും തീരുമാനിച്ച് നിശ്ചയിച്ചതല്ല, പലതും ഓട്ടോമാറ്റിക് അങ്ങ് ഒരുങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാ അത് വേണമെന്ന് ആഗ്രഹിച്ചത് ഭഗവത് കർമ്മമാണ്. അത് ഏറ്റവും കമനീയമാകണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതാണ്. ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് യാതൊരു കളങ്കവും ഇല്ലാതെ നമ്മൾ ഓരോന്നും ചെയ്യാൻ ആരംഭിച്ചാൽ തീർച്ചയായും ഈശ്വരന്റെ എഴുന്നള്ളത്ത് അവിടെ ഉണ്ടാകും. ആ എഴുന്നള്ളത്താണ് ദൂതന്മാരിൽ കൂടി ഓരോന്ന് ഒരുക്കി എഴുന്നള്ളത്തിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. ഈശ്വരൻ എഴുന്നള്ളുമെന്ന് ദൂതന്മാർക്ക് അപ്പോഴേ സിഗ്നൽ കിട്ടുകയാണ്. അപ്പോഴേ അവരതിന് വേണ്ടതെല്ലാം ഒരുക്കുകയാണ്. മനുഷ്യാവസ്ഥയിൽ നിൽക്കുന്നവർ ഓരോന്ന് ചെറുത് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ദൂതന്മാർ ചെയ്യും. ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. ഇതാണ് മഹാശക്തിയുടെ പ്രത്യക്ഷമായ കാരുണ്യം. താൻ ലോകത്തിലേക്ക് അവതാരമായി വന്ന സമയത്ത് ആദ്യം അയച്ചത് തന്റെ ദേവീദേവന്മാരെയും ദൂതപരമ്പരകളെയുമാണ്. അവരാണ് ഈ അടിമകളായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത്. അവരിവിടെ കിടന്നുകൊണ്ട് നെഞ്ചുപൊട്ടി അങ്ങനെ നിലവിളിച്ചു, ദൈവമേ 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 ഏഴകളെ വീണ്ടെടുക്കണമേ. അങ്ങനെ കണ്ണുനീരോടുകൂടി വിളിച്ച വിളി കേട്ടുകൊണ്ട് കൗതുകപൂർവ്വം എഴുന്നള്ളി. ആരെഴുന്നള്ളി? ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വാഴുന്നുണ്ട്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വാഴുന്നുണ്ട്. അനവത്യ ദുഃഖം തീർത്തു വീണ്ടെടുക്കുവാൻ ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വാഴുന്നുണ്ട്. അനവത്യ ദുഃഖം തീർത്തു വീണ്ടെടുക്കുവാൻ അനളവില്ലാത്ത അനുഗ്രഹമകരികൾ കേകിടുവാൻ
വിശിഷ്ടമാം ജ്ഞാനങ്ങളെ വിശാലമായി നൽകിയിടുന്നു. വിശുദ്ധ ഹൃദയങ്ങളെ രൂപപ്പെടുത്താൻ വിശിഷ്ട ഗുണങ്ങളെ വിശാലമായി നൽകിയിടുന്നു. വിശുദ്ധമാം ഹൃദയത്തെ രൂപപ്പെടുത്താൻ വിശുദ്ധ ഹൃദയത്തിൽ താൻ എഴുന്നള്ളി വസിച്ചിടും. വിശുദ്ധ ഹൃദയത്തിൽ താൻ എഴുന്നള്ളി വസിച്ചിടും. പരമാനന്ദത്തിൽ തന്നെ ലയിപ്പിച്ചിടും. വിശുദ്ധമാം ഹൃദയത്തിൽ എഴുന്നള്ളി വസിച്ചിടും. പരമാനന്ദത്തിൽ തന്നെ ലയിപ്പിച്ചിടും. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ലയിക്കട്ടെ രമിക്കട്ടെ ലയിക്കട്ടെ രമിക്കട്ടെ ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ലയിക്കട്ടെ രമിക്കട്ടെ ആത്മലോകമാസകലം. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. ശുഭാനന്ദ രൂപമായി ഭവിച്ചിടട്ടെ. എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഹൃദയത്തിലെ ആഗ്രഹമാണ് ഭഗവാന്റെ. ഓരോ ആത്മാവും ശുഭാനന്ദ രൂപമായി തീരണം. ഓരോ ആത്മാവും ശുഭാനന്ദ രൂപമായി തീരണം. എങ്കിലേ പറ്റൂ. അല്ലാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. വിടുകയില്ല നിന്നെ വിടുകയില്ല സർവശക്തി കൂടെ വാഴും അറിഞ്ഞുകൊള്ളുക. പാടി നോക്കിയേ. വിടുകയില്ല
കൂടെ വാഴും അറിഞ്ഞുകൊള്ളുക. പരമാനന്ദത്തിൽ ചെന്നു ലയിക്കും വരെ സർവശക്തി കൂടെ വാഴും അറിഞ്ഞുകൊള്ളുക. ശുഭാനന്ദ രൂപമായി ഭവിക്കും വരെ കൂടെ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയണ്ടായോ? ഇപ്പം 4 വരിക്കും പാടിയത് രണ്ടാമത്തെ വരി ഒന്നാണല്ലോ. അപ്പോൾ അവസാനത്തെ വരി വന്നപ്പോൾ അത് ശ്രദ്ധയുള്ളവർ അത് ഏറ്റുപാടി, അല്ലാതുള്ളവർ വായ്പൊളിച്ചിരുന്നു. ശുഭാനന്ദ രൂപമായി ഭവിക്കും വരെ വെച്ച് പോകാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അല്ലെ കുറച്ചുനാൾ ഉപയോഗിച്ച ഒരു വാഹനം, കുറെ നല്ലൊരു വാഹനം വാങ്ങാനുള്ള പ്രാപ്തിയൊക്കെ ആയപ്പോ ആദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ പ്രാപ്തി. അപ്പൊ ഇത് കഴിഞ്ഞ കാര്യപ്രാപ്തിയായി, കാര്യങ്ങളൊക്കെ ആയി, ധനപരമായ മുന്നേറ്റമൊക്കെ ആയി കഴിയുമ്പോൾ വെച്ച് നല്ലൊരെണ്ണം വാങ്ങണമെന്നൊരു ആഗ്രഹം. കിട്ടുന്ന വിലക്ക് ഇതം കൊടുക്കും. പുതിയതിനോടുള്ള ആർത്തിയാ കൊടുത്തു, പുതിയത് വാങ്ങിച്ചു. ഇതുപോലെ ആത്മാവിൽ ആത്മനാഥൻ തന്നിരിക്കുന്ന ഈ സർവജ്ഞാനത്തെ എടുത്തിട്ട് പുതിയത് സ്വീകരിക്കാന്ന് ചോദിച്ചാൽ നടക്കുകയില്ല. ഇത് അതിസൂക്ഷ്മമായ മഹാതത്വങ്ങളെ ആത്മനാഥൻ ആത്മാവിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അതിനെ പറിച്ചു കളയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാ പറഞ്ഞത്, മായയാകും മഹാസമുദ്രത്തിൽ ഓടിടുന്ന മനുഷ്യ നീ, ആനന്ദമാം കരയ്ക്കടുത്തു നീ ആനന്ദിക്കാതെ പോകുമോ? ആനന്ദത്തിൽ നിന്നാണ് ആത്മാവ് അങ്കുരിച്ചത്. തിരിച്ച ആനന്ദത്തിൽ എത്താതെ ആത്മാവിന് പൂർണ്ണതയില്ല. അപ്പൊ ആനന്ദമാം കരയ്ക്കെടുത്ത് ആനന്ദിക്കാതെ ആത്മാവിന് എവിടെയും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളുക, സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി ജീവിതം ചെയ്യുക. പലരും ഏഷണി പറയാനുണ്ടാവും, വിദ്വേഷങ്ങൾ പറയാനുണ്ടാവും, പരസ്പര വിരുദ്ധമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. എവിടെയും രണ്ടുപേർ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ കറകലർത്താനായി തയ്യാറായി നിൽക്കുന്ന ചില അസുര ജന്മങ്ങളുണ്ട്. അത് വളരെ കൗതുകമാണ് ചില ആളുകൾക്ക്. അവർ ഇങ്ങനെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് അവരുടെ ജീവിത വഴി.
ഇടയാക്കുന്നതാണ് അവരുടെ ജീവിതം. അങ്ങനെ കാളകൂടവശവുമായി നടക്കുന്നവരുടെ ഇടയിലൊന്നും നിങ്ങൾ പോയി പെടാതെ ഇങ്ങനെ കാളവള വിഷയവുമായി നടക്കുന്നവരുടെ ഇടയിലൊന്നും നമ്മൾ ചെല്ലപ്പെടാതെ ഈ ശുദ്ധമായ ജ്ഞാനം ഗ്രഹിച്ച് ഈ മഹാശുദ്ധമായ ഈ ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിച്ച് പരമപരിശുദ്ധനാകുന്ന ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ആരാധിക്കുക, ആനന്ദിക്കുക, നിത്യസ്വർഗത്തിന് അവകാശികളായി തീരുക. അതിന് അവസരം ഒരുക്കിക്കൊണ്ടാണ് മഹാശക്തി ലോകത്തിൽ വാഴുന്നത്. എങ്ങനെയാണ് വാഴുന്നത്? മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരുവരൻ വാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. അതാണ് കലിയുഗാവതാരത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യം. ഇതാണ് കലിയുഗാവതാരത്തിന്റെ ഏറ്റവും വലിയ മഹാകാരുണ്യം. സന്താനങ്ങൾ ഭഗവത് സന്താനം ശാരീരികമായ ക്ഷീണാവസ്ഥകൾ ഉണ്ടായപ്പോൾ കണ്ണുനീരോട് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ശരീരത്തിന് ക്ഷീണമുണ്ടായപ്പോൾ കണ്ണുനീരോട് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പല പ്രാർത്ഥനകളും നേർച്ചകളും സങ്കല്പങ്ങളും ഒക്കെയായി ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് നേർച്ചകളും സങ്കല്പങ്ങളും ഒക്കെയായി ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകാൻ വന്നതല്ല, അങ്ങനെ പോകാൻ വന്നതല്ല, ലോകാന്ത്യം വരെ വാഴാൻ വന്നതാണ്. ലോകാന്ത്യം വരെ വാഴാൻ വന്നതാണ്. ഞാൻ വിദേഹനാണ്. ഭഗവാൻ വിദേഹനാണ്. അനുയോജ്യമായ ശരീരങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്തുകൊണ്ട് ലോകാന്ത്യം വരെ ഇവിടെ ഉണ്ടാകും. അനുയോജ്യമായ ശരീരങ്ങളെ വാഹനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്തുകൊണ്ട് ലോകാന്ത്യം വരെ ഇവിടെ കാണും. പുതിയ കഥകളും പുതിയ കാര്യങ്ങളും കേട്ടാൽ മനസ്സിലാവുന്നവർ പോലും അന്നുണ്ടായിരുന്നില്ല. പുതിയ കാര്യങ്ങളും പുതിയ കഥകളും കേട്ടാൽ മനസ്സിലാവുന്നവർ പക്ഷേ വന്നു. ഒന്നുകൂടി ഒരുങ്ങി ആ കോമള വിഗ്രഹത്തിലേക്ക് ഉദയം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മബോധ ഉദയ സംഘ ലോകത്തിൽ പുലർത്തുവാൻ. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മബോധ ഉദയ സംഘ ലോകത്തിൽ പുലർത്തുവാൻ. അങ്ങനെ സംശയമായിട്ട് നിന്നവരും ഇതെല്ലാം ഉപേക്ഷിച്ച് പോയവരും ഇതിനോട് ശത്രുതയായി മാറിയവരും എന്ന് വേണ്ട, അങ്ങനെ അകന്നു നിന്നവരെ എല്ലാം മാടി വിളിച്ചു. അകന്നു പോയവരെ നിങ്ങൾ അടുത്തു വന്നിടുവിൻ, ആനന്ദം നൽകാം, നിത്യാനന്ദം നൽകാം. അകന്നു പോയവരെ ഒരുപിടി മണ്ണുവാരി ഞാനിവിടെ വെച്ചിട്ട് നല്ല മധുരമുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ തന്നാൽ ആദ്യം നിൽക്കുന്ന ഒന്നോ രണ്ടോ പേർ വാങ്ങിക്കും. കാരണം അത് മധുരമാണെന്ന് ഒരു നിശ്ചയത്തിൽ അങ്ങ് വാങ്ങും. വായിലിട്ട് നോക്കിയിട്ട് പുറകോട്ട് തിരിഞ്ഞ് പറയും, വാങ്ങിക്കല്ലേ, ഇത് മണ്ണാന്ന് പറയും. തീർച്ചയായിട്ടും പറയുമോ? പറയത്തില്ല. നിങ്ങളാണെങ്കിൽ പറയത്തില്ലേ? പറയും. അപ്പൊ ഒരാളിൽ നിന്ന് അനേകങ്ങളിലേക്ക് ഇതായിരിക്കും അറിയുന്നത്, മധുരമല്ല വാങ്ങരുത്. ആനന്ദത്തിന്റെ ഉടമസ്ഥൻ താണിറങ്ങി നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ആനന്ദം നൽകാം, നിത്യാനന്ദം നൽകാം. ഓരോരുത്തരും സംശയിച്ചും പാത്തും പതുങ്ങി ഒളിച്ചുമൊക്കെ ഇങ്ങനെ വന്ന്, അല്ല നിങ്ങൾ എവിടെ പോവാ? ഞാൻ മാവേലിക്ക് അത്യാവശ്യമായിട്ട് സാധനം വാങ്ങിക്കാൻ പോവാ. ശുഭാനന്ദാശ്രമത്തിൽ പോകുന്ന പറയില്ല. ആക്ഷേപമാണ്, പുറത്തു പറയാൻ പറ്റില്ല. പറയനെ തൊഴാൻ പോകുന്ന പറയുന്നത്. ആ പറയൻ സ്വാമിയെ തൊഴാൻ പോവാ എന്ന് പറയുന്ന സന്ദർഭമാണ്. അപ്പൊ അങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വന്ന് ആ ആരാധനകളിൽ അങ്ങോട്ട് ചേർന്നിരുന്നു. ഓ ഉന്നതമായ ആരാധന, സർവജ്ഞാന വർഷം. ഓ ദോഷമെല്ലാം ഒഴിഞ്ഞ് ലോകവും ദേഹവും മറന്നങ്ങനെ ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധ്യനി വീണയുണ്ട് ഈ ലോകത്തിൽ. ഓ കേട്ടവര് എന്ത് പറഞ്ഞു? മണ്ണാണ്
കേട്ടവരെന്ന് പറഞ്ഞു, മണ്ണാണെന്നാണോ? അല്ല, മധുരമുണ്ട്, മധുരമുണ്ട്, മധുരമുണ്ട്. ശുഭാനന്ദാശ്രമത്തിൽ മധുരമുണ്ട്. പോയില്ല, എങ്ങും പോയില്ല, ഭഗവാൻ എങ്ങും പോയില്ല, എങ്ങും പോയില്ല. ആനന്ദത്തെ ദാനം ചെയ്യുവാൻ തിരിച്ചു വന്നല്ലോ, എങ്ങും പോയില്ല, ഭഗവാൻ എങ്ങും പോയില്ല, എങ്ങും പോയില്ല. ആനന്ദത്തെ ദാനം ചെയ്യുവാൻ തിരിച്ചു വന്നല്ലോ. അങ്ങനെ ജനലക്ഷങ്ങൾ ഈ നാമത്തിൽ അങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അങ്ങനെ വർദ്ധിതമായി ഓരോന്നോരോന്നോരോന്നങ്ങനെ വളർത്തി. ചെറിയ ഷെഡ് മാറി, ആശ്രമം വലുതാക്കി, അടുത്ത് ഓഡിറ്റോറിയം ഉണ്ടാക്കി, പിന്നെ അതിനടുത്തൊരു 9 മുറി കെട്ടിടം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് സൗധം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഷഷ്ടിമൂർത്തി മന്ദിരം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ആനന്ദ വൃന്ദാവനം ഉണ്ടാക്കി, അതിനിടയിൽ കൊടിമരം സ്ഥാപിച്ചു എന്ന് വേണ്ട അങ്ങനെ അഭൗമമായ വളർച്ച അങ്ങോട്ട് ആരംഭിച്ചു. ഓ, കള്ളനോട്ടിന്റെ കളിയാ. ആരാ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഉടനെ കള്ളനോട്ടാ. എവിടെ? അവരുടെ ഉള്ളിലാ. ഇവിടെ ഉണ്ടോ? ഇവിടെ കള്ളനോട്ടിന്റെ ആവശ്യമില്ല. ഇവിടെ സത്യമാ വിളമ്പുന്നത്, സത്യമാ വരുന്നതെല്ലാം. ഉന്നതനാകുന്ന ദൈവം ആ മഹനീയ തൃക്കരങ്ങൾ നീട്ടി സ്വീകരിക്കുന്നത് പാപമില്ലാത്ത പരിശുദ്ധ ധനമാണ്. ആ തൃക്കൈ സ്പർശിച്ചാൽ അവിടെ പാപം അറ്റുപോവുകയാണ്. പാപം തീർക്കും പരിശുദ്ധനെ പാവിയെന്നു കരുതിയല്ലോ, പാപം തീർക്കും പരിശുദ്ധനെ പാവിയെന്നു കരുതിയല്ലോ, പാപമറ്റു മാറാനുള്ള ജ്ഞാനം താൻ കരുതിയല്ലോ, പാപം തീർക്കും പരിശുദ്ധനെ പാവിയെന്നു കരുതിയല്ലോ, പാപമറ്റു മാറാനുള്ള ജ്ഞാനം താൻ കരുതിയല്ലോ, പാപകർമ്മം ചെയ്തവരും പാപിയെന്നു വിളിച്ചവരും, പാപകർമ്മം ചെയ്തവരും പാപിയെന്നു വിളിച്ചവരും, പാദപത്നെ ആശ്രയിച്ചു സേവകരായി തീർന്നല്ലോ, പാപം കർമ്മം ചെയ്തവരും പാപിയെന്നു വിളിച്ചവരും, പാദപത്നെ ആശ്രയിച്ചു സേവകരായി തീർന്നല്ലോ, ആദർശം പുലർത്തുവാൻ കച്ചകെട്ടി ഇറങ്ങിയല്ലോ, ആദർശം പുലർത്തുവാൻ കച്ചകെട്ടി ഇറങ്ങിയല്ലോ, പാപം തീർക്കും പരിശുദ്ധത ഏവർക്കുമായി നൽകിയല്ലോ, പാപം തീർക്കും പരിശുദ്ധത ഏവർക്കുമായി നൽകിയല്ലോ. അങ്ങനെയാണ് ഒരു അത്ഭുത കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി സ്വീകരിച്ച മനോമന തിരുവുടൽ, ഓ തുള്ളിക്കളിക്കുന്ന കണ്ണനുണ്ണിയുടെ രൂപം, ആനന്ദ നടരാജന്റെ ആനന്ദ നടന വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആദി എന്താനന്ദ രൂപന്റെ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആദി എന്താനന്ദ രൂപന്റെ വാഴ്ച, ഇങ്ങനെ തുള്ളിക്കളിച്ച് വിളയാടി നിന്നുകൊണ്ട് ആരെല്ലാം ആശ്രയിച്ചു വന്നുവോ അവരുടെ എല്ലാം പാപത്തെ അങ്ങനെ വഹിച്ചെടുത്ത് പരമാനന്ദം പകർന്ന്
പരമാനന്ദം പകർന്നു ഓരോരുത്തരെയും ഭവനങ്ങളിലേക്ക് അയച്ചു. ഓരോരുത്തരെയും ഭവനങ്ങളിലേക്ക് അയച്ചു. സർവാത്മാക്കളും ഏകചിന്തയിലേക്ക് ഏകീഭവിച്ചു. സർവാത്മാക്കളും ഏകചിന്തയിലേക്ക് ഏകീഭവിച്ചു. ഒരു മാത്ര പൊന്മുഖം കണ്ട് തിരുമൊഴി കേട്ടവർ, ഒരു മാത്ര പൊന്മുഖം കണ്ട ആ തിരുമൊഴി കേട്ടവർ ഒരു കാലത്തും മറക്കാത്ത അവസ്ഥയിലേക്ക് ആത്മാവ് രൂപാന്തരപ്പെടുകയായിരുന്നു. ഒരു കാലത്തും മറക്കാത്ത അവസ്ഥയിലേക്ക് ആത്മാവ് അപ്പൊ ഇവിടെ രൂപാന്തരപ്പെടുകയാണ്. നിന്ന് പറഞ്ഞു വിടും, വല്ലപ്പോഴും ഒക്കെ വന്ന് ആരാധനയിൽ പങ്കെടുക്കണം. അതിനെ കൽപ്പിച്ചുകൊണ്ടും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ആരാധനയിൽ പങ്കെടുക്കണം. അപ്പോ ഈ കേൾക്കുന്നവരോ ഇത്രയും ദൂരം ഞാൻ ഇനി എങ്ങനെ വരാൻ, എത്ര രൂപ വണ്ടിക്കൂലി വേണം, ആരെയെല്ലാം കേൾക്കണം, ആരെല്ലാം എന്തെല്ലാം പറയും, ഇതൊക്കെ സഹിച്ച് എങ്ങനെ വരാനാന്നൊക്കെ ചിന്തിച്ചോണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് എങ്ങനെ വരാനെന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെയാണ് ഇവിടുന്ന് പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിറ്റേന്ന് തന്നെ തോന്നും, ഒന്നുകൂടെ ഒന്ന് പോയി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. പിറ്റേന്ന് തന്നെ തോന്നും ഒന്നുകൂടെ ഒന്ന് പോയി കണ്ടിരുന്നു. അപ്പോ നിവൃത്തിയില്ല, അന്ന് വണ്ടിക്കൂലിയില്ല, മാർഗങ്ങളൊന്നുമില്ല, ഒരു ഇതുമില്ലാതെ പട്ടിണി കിടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു മാർഗവുമില്ലാതെ പട്ടിണി കിടക്കുന്ന കാലഘട്ടം. നമ്മുടെ ആളുകൾ മാത്രമല്ല, ലോകത്തിന്റെ അവസ്ഥ ഏതായിരുന്നു. നമ്മുടെ കാര്യം, ആളുകളുടെ കാര്യം മാത്രമല്ല, ലോകത്തിന്റെ അവസ്ഥ അപ്പൊ ഏതായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ വരാനാണ്? അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ വരാനാണ്? പിന്നെ ജോലിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാനുള്ളതൊക്കെ മിച്ചം പിടിച്ചു വെച്ച് ഞായറാഴ്ച ആക്കി എടുക്കും. അങ്ങനെ ജോലിക്ക് പോയി പിള്ളേർക്ക് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് അതിൽ നിന്ന് മിച്ചം പിടിച്ചു വെച്ച് ഞായറാഴ്ച ആകാൻ ആ വണ്ടിക്കൂലിക്കും ദക്ഷിണയ്ക്കും ഉള്ളത് കഷ്ടിച്ചങ്ങ് ഞെരുക്കി പെരുക്കി എടുത്ത് അങ്ങ് വെക്കും. വണ്ടിക്കൂലിക്ക് ദക്ഷിണയുള്ളത് എന്താ കാര്യം? ഞായറാഴ്ച വരണം, ഞായറാഴ്ച ആ തിരുമുഖം ഒന്ന് കാണണം, ആ തിരുമുഖം ആ ആനന്ദ നടനം ഒന്ന് കാണണം, ആനന്ദ തേൻമൊഴി ഒന്ന് കേൾക്കണം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, ആദിപരാവരൻ്റെ ഒപ്പം നിന്ന് ആനന്ദിക്കാം. ദേഹം മറക്കുന്ന ആനന്ദത്തെ ആദിപരാവരൻ നൽകിയിടുന്നു. ദേഹം മറക്കുന്ന ആനന്ദത്തെ ആദിപരാവരൻ നൽകിയിടുന്നു. ലോകം മറക്കുന്ന ആനന്ദത്തെ ആദിപരാവരൻ നൽകിടുന്നു. ലോകം മറക്കുന്ന ആനന്ദത്തെ ആദിപരാവരൻ നൽകിടുന്നു. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, പരമാത്മാവോടൊത്തു ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, പരമാത്മാവോടൊത്തു ആനന്ദിക്കാം. പരമാത്മാവിന്റെ അത്ഭുത വാഴ്ച ഉത്രാടത്തിൽ കണ്ടവരും കാണാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ കണ്ടില്ല എന്ന് നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം മാറിയത് ശരീരം മാത്രമാണ്. എങ്കിലും ഓരോ ശരീരങ്ങളിൽ കൂടെയും കാണുന്നത് മഹാശക്തിയാണ്. ആ മഹാശക്തി തന്നെ ഇന്നും വാണിരുന്നുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുകയാണ്. ആ ഉന്നതനാകുന്ന ദൈവം സ്വീകരിച്ച് വാണിരുന്ന ഓരോ തിരുശരീരങ്ങളും നമുക്ക് ആരാധ്യ രൂപങ്ങളാണ്. അപ്രകാരം ഉത്രാടം ജന്മനക്ഷത്രം ഏറ്റവും ശോഭനമായി ആഘോഷിക്കേണ്ടത് ഭക്തജനങ്ങളുടെ കടമയാണ്. അതിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാക്കോ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന പരമഗുരുവിന്റെ മഹാകാരുണ്യം ഈ പ്രകൃതിയിലൂടെയും താൻ നിയോഗിച്ചിരിക്കുന്ന ദേവീദേവന്മാരിൽ കൂടി ദൂത പരമ്പരകളിലൂടെയും ആത്മലോകത്തിന് അനുഭവമാകത്തക്ക വിധം എല്ലാം ക്രമീകരിച്ചാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും നടത്തുന്നത്. അത് സമ്പൂർണമായ അനുഭവത്തിലായി വരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
നമ്മൾ നിങ്ങളുടെ ഒരുക്കമാണത് നിങ്ങളിൽ അനുഭവമാക്കുന്നത്. നമ്മളുടെ ഒരുക്കമാണ് നമ്മളിൽ അനുഭവം. ആ വിധത്തിൽ അനുഭവമാകുവാൻ, ആനന്ദോത്സവമായ അനുഭവമാകുവാൻ ഉത്രാടം ജന്മനക്ഷത്രം ഇതാ ഞാൻ ഒരുക്കുന്നു, നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. ഉന്നതമായി നടത്തപ്പെടുമാറാകട്ടെ. ഓരോ ഹൃദയവും ആനന്ദം കൊണ്ട് തുള്ളുവാൻ തക്ക വിധം ഉത്രാടം ജന്മനക്ഷത്രം നടത്തപ്പെടട്ടെ. ജന്മനക്ഷത്ര ഘോഷയാത്രയും അതുപോലെ പ്രകാശയാത്രയും സദ്യയും സമ്മേളനവും സേവയും കഥകളിയും എല്ലാം ഒന്നിനൊന്നുപരിയായി നടത്തപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഈ കർമ്മങ്ങൾക്ക് ഈ സന്നിധാനം ഉള്ളും പുറവുമായി പലതും ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്നും അതിനുള്ള സന്താനങ്ങൾ എത്തി പല കർമ്മങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇനിയും എത്തിച്ചേരാൻ പലരും അറിയിച്ചിട്ടുണ്ട്. ചെറുകോൽ പ്രദേശത്തു നിന്നും പലരും എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി പ്രദേശത്തുള്ള സന്താനങ്ങൾ വന്ന് കർമ്മങ്ങളൊക്കെ ആരംഭിച്ചു. അതിപ്പോ ഉത്സവം ആയാലും ഇല്ലെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുളിക്കീഴ് സഭയിൽ നിന്ന് വന്ന് പലവിധ കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ ഇന്നലെ വളരെ കൗതുകമായി തോന്നിയത് പാലക്കാട് പ്രദേശത്ത് നിന്നും 10-12 പേര് വന്ന് ഈ കർമ്മങ്ങൾക്കായി ഇവിടെ നിലകൊണ്ടു. കാരണം ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന് ഈ കർമ്മങ്ങൾ ഏർപ്പെടുവാൻ അവർക്ക് തോന്നിയത് മഹാശക്തിയുടെ കാരുണ്യമാണ്. അത് അവർക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. മേലിലും ഉന്നതമായ കർമ്മങ്ങൾ വന്ന് ബന്ധപ്പെടുവാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് ഈശ്വരൻ വളർത്തട്ടെ. ഇനിയും നടക്കാനുള്ള കർമ്മങ്ങളിലും ഓരോരുത്തരും വന്ന് പങ്കുകൊള്ളുക. ഉത്സവ ദിനത്തിൽ നടക്കേണ്ടുന്നതായ മഹാസദ്യയും 3 നേരം നമുക്ക് ആഹാരം കൊടുക്കാനുണ്ട്. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നടത്തേണ്ടതായുണ്ട്. അതിലെല്ലാം നമ്മുടെ സന്താനങ്ങൾ സജ്ജരായി വന്ന് ചേർന്ന് വേണം ഇതെല്ലാം പൂർത്തീകരിക്കുവാൻ. അതെല്ലാം അവരവരുടെ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് വന്ന് ചെയ്തുകൊള്ളുക. ഇവിടെ ലോകത്തിൽ എവിടെ കർമ്മം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം ഭഗവത് സന്നിധിയിൽ ചെയ്താൽ ഉണ്ടാകുമെന്ന് അനുഭവമുള്ളവരെന്ന് കൈയടിച്ചു കേട്ടാൽ ആ ചിന്തയോടും ഓർമ്മയോടും കൂടി എല്ലാവരും വന്ന് പങ്കുകൊള്ളുക. മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നടക്കാനിരിക്കുന്ന താരാസ്തുതി മഹായജ്ഞത്തിന്റെ വ്രതം ആരംഭിക്കുന്നത് ഈ വരുന്ന 21-ാം തീയതിയാണ്. വളരെ കർശനമായി വ്രതം അനുഷ്ഠിക്കണം. പരിശുദ്ധ വ്രതം എന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധ വ്രതം ആയിരിക്കണം. അങ്ങനെ വ്രതം എടുത്തുകൊണ്ട് ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം വരെയെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ താരാസ്തുതിയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അത് കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചെങ്കിലേ പ്രവേശിപ്പിക്കുകയുള്ളൂ. ആ വിധത്തിലുള്ളവർ വ്രതം എടുത്തുകൊണ്ട് വന്നു ചേരുക. ഉന്നതമായി താരാസ്തുതി നടത്തപ്പെടട്ടെ. അതുപോലെ 29-ാം തീയതി ആദിപുരാണ പുരുഷനാകുന്ന ഈശ്വരൻ, ആദ്യന്താനന്ദരൂപനാകുന്ന ദൈവം, ഖഡ്ഗാവതാരത്തിനായി ആദ്യമായി സ്വീകരിച്ച മനോഹര തിരുവുടൽ ഈ ലോകത്തിൽ മറവായ ദിനമാണ് കർക്കിടകം 13-ാം തീയതി 29-ാം തീയതി. ആ ദിനം എല്ലാവരും വ്രതത്തോടുകൂടി ആചരിക്കുക. വരാനൊക്കുന്നവർ ഇവിടെ വന്ന് വ്രതാനുഷ്ഠാനത്തിലും സ്തുതിയിലും പങ്കെടുക്കാം. അതാത് ശാഖാശ്രമങ്ങളിൽ ഒത്തുചേർന്ന് പ്രാർത്ഥനകൾ നടത്താം. ആശ്രമങ്ങൾ ഇല്ലാത്തിടത്ത് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒത്തുചേർന്ന് ആരാധനകൾ നടത്തണം. അന്ന് പ്രഭാതം മുതൽ പിറ്റേന്ന് പ്രഭാതം വരെയും ഉന്നതമായ പരിശുദ്ധ വ്രതം അനുഷ്ഠിക്കണം. ഒരു നേരം അരിയാഹാരം എന്നുള്ള ആ നിബന്ധനയാണ് അതിന് വെച്ചിരിക്കുന്നത്.
ബന്ധനയാണ് അതിൽ അപ്പൊ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സമയം എന്തെങ്കിലുമൊക്കെ അങ്ങ് അകത്താക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടാമെന്നല്ല വിചാരിക്കേണ്ടത്. ബാക്കിയുള്ള സമയം എന്തെങ്കിലുമൊക്കെ അങ്ങ് അകത്താക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടാമെന്നല്ല വിചാരിക്കുന്നത്. മിതമായി എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട്, മിതമായി എന്തെങ്കിലും കാരണം ഈ തിരുനാമം സ്തുതിക്കുകയും ഉറക്കമൊഴിയൊക്കെ വേണമല്ലോ, കാരണം ഈ തിരുനാമം സ്തുതിക്കുകയും ഉറക്കമൊഴിയുകയൊക്കെ വേണം. അതിനുവേണ്ടി അല്പമാത്രമായി എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കുക. അതിനുവേണ്ടി അല്പമാത്രമായി ഉച്ചയ്ക്ക് ഒരു നേരം ചോറുണ്ണാം. ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് അങ്ങനെ പൂർണ്ണമായും വ്രതമെടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കുക. പൂർണ്ണമായി വ്രതമെടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കുക. അനേക കാലം പട്ടിണി കിടന്നും അനേകകാലം പട്ടിണി കിടന്നും ജലപാനം പോലും ഇല്ലാതെയും ജലപാനം പോലെ ഇല്ലാതെ നഗ്നപാതനായ ലോകത്തിൽ സഞ്ചരിച്ചും നഗ്നപാതനായ ലോകത്തിൽ സഞ്ചരിച്ച് ആത്മലോകത്തെ വീണ്ടെടുത്ത് ആത്മലോകത്തെ ഇതിൽ ചേർത്തെടുത്ത് ഇതിൽ ചേർത്തെടുത്ത് സർവശക്തി ത്യാഗം സഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സർവ്വ സുഖ സൗഭാഗ്യങ്ങളും ആനന്ദവും. സർവശക്തി ത്യാഗം സഹിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സർവ്വ ആ സുഖസൗഭാഗ്യങ്ങളും തിരുനാമത്തിൽ ആ തിരുനാമത്തിൽ ഒരു ദിവസം ഒരു അല്പം ആഹാരം ഇളവ് ചെയ്ത് കഴിക്കാൻ പറയുന്നത് വലിയ കുറവാണെന്ന് ആരും ചിന്തിക്കരുത്. ആ ഒരു ദിവസത്തിൽ അല്പം ആഹാരം ഇളവ് ചെയ്ത് കഴിക്കാൻ പറയുന്നത് വലിയ കുഴപ്പമാണെന്നാരും കരുതരുത്. കുറവാണെന്ന് ആരും ചിന്തിക്കരുത്. അല്പമാത്രമായി ഉപേക്ഷിക്കാനേ പറയുന്നുള്ളൂ. മാത്രമായി ഉപേക്ഷിക്കാനേ ആ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറയുന്നില്ല. പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കൽപ്പിക്കുന്നു. എന്നാൽ എത്രയോ ദിനങ്ങൾ പട്ടിണി കിടന്നിട്ടാണ് ഈ സ്ഥാപനത്തെ ഈ വിധത്തിൽ ഉയർത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്നാൽ എത്ര നാൾ പട്ടിണി സഹിച്ചിട്ടാണ് ഈ സ്ഥാപനത്തെ ഇപ്രകാരം ഉയർത്തിയതെന്ന് നമ്മൾ ചിന്തിക്കണം. അതൊന്നും മറക്കാതെ അതൊന്നും മറക്കാതെ ആ കഷ്ടതകളും പട്ടിണിയും ത്യാഗവും എല്ലാം ഓർത്തുകൊണ്ട് വ്രതമെടുക്കുക. ആ കഷ്ടതയും പട്ടിണിയും ത്യാഗവും എല്ലാം ഓർത്തുകൊണ്ട് അതും നിങ്ങളുടെ ആത്മാവിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. നമ്മുടെ ആത്മാവിനെ ഉന്നതമായ ആദർശത്തെ ഉന്നതമായ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കാൻ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും. ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വിധത്തിൽ ജീവിതം ചെയ്തെങ്കിലേ അത് പ്രകാശിക്കപ്പെടുകയുള്ളൂ. ആ വിധത്തിൽ ജീവിതം ചെയ്തെങ്കിലേ അത് പ്രകാശിക്കപ്പെടുകയുള്ളൂ. ഉന്നതമായ നിങ്ങളുടെ ജീവിത കർമ്മ വഴികളിൽ ഉന്നതമായ നമ്മുടെ ജീവിത കർമ്മ വഴികളിൽ നിങ്ങൾക്ക് അഭിമാനമായി തീരത്തക്ക വിധം, നമുക്ക് അഭിമാനമായി ആരോടും കൈയൂണ്ടി പറയുവാൻ തക്ക വിധം ആരോട് കൈയൂട്ടി പറയുവാൻ ഉന്നതമായ ഒരു ആദർശ ഗോപുരം ഇതാ പണിതുയർത്തുകയാണ്. ഉന്നതമായ ഒരു ആദർശ ഗോപുരം ഇതാ പണിതുയർത്തുകയാണ്. ഒരു അഭിമാന ഗോപുരം പടുത്തുയർത്തുകയാണ്. അഭിമാന ഗോപുരം പടുത്തുയർത്തുകയാണ്. അതിന്റെ മഹാപ്രഭാവത്തെ തിരിച്ചറിയുവാൻ അതിന്റെ മഹാപ്രഭാവത്തെ നിങ്ങൾ തിരിച്ചറിയുവാൻ ഓരോരുത്തരും ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുക. ഓരോരുത്തരും ഭക്തിയോടുകൂടി ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് കാണുവാൻ മഹാശക്തി അനുവദിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. ആശക്തി അനുവദിച്ച് ദാനം ചെയ്യുവാൻ ഉന്നതമായ കർമ്മങ്ങൾക്ക് ഉന്നതമായ കർമ്മ ഉള്ളും കുറവുമായ മഹനീയമായ വിശേഷങ്ങളെ ഉന്നതമായ മഹനീയമായ വിശേഷങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവിധം ഒരു ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവിധം ഒരു ആത്മാ മഹാശക്തി ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് മഹാശക്തി ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്നു. ആത്മദീപമായി നിലനിർത്തി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെന്നും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ എന്ന് കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും അതുപോലെ രാജപാൽ ഭക്തരെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ ആരാധനയിൽ പങ്കെടുത്ത ഇന്നേ ദിവസം ഈ ആരാധനയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഇതാ വീണ്ടും ദർശിക്കുകയാണ്. ഓരോരുത്തരെയും മഹാശക്തി ഓരോ ഹൃദയങ്ങളെയും ദർശിക്കുകയാണ്. ഈ ആനന്ദം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരിലും ആനന്ദം അനുഭവമാകട്ടെ. എല്ലാവരിലും ആനന്ദം അനുഭവമാകട്ടെ. ഉന്നതമായ കർമ്മങ്ങളിൽ വീണ്ടും വീണ്ടും വന്ന് പങ്കെടുത്ത് ആനന്ദിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും വന്ന് പങ്കെടുത്ത് ആനന്ദിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുവാൻ. ആ ഉന്നതമായ ആദർശത്തിന്റെ വക്താക്കളായി തീരുവാൻ ആത്മബലമുള്ളവരായി നിങ്ങളെ ഈശ്വരൻ വളർത്തട്ടെ. ഉന്നതമായ ആദർശത്തിന്റെ വക്താക്കളായി തീരുവാൻ ആത്മബലമുള്ളവരായ ഈശ്വരൻ നമ്മളെ വളർത്തും. ആ എല്ലാവർക്കുമായി ഈശ്വരൻ ലോകത്തിൽ വാഴുമാറാകട്ടെ. വിദേശ രാജ്യങ്ങൾ കഴിയുന്ന ഓമന കുഞ്ഞുങ്ങളെ ഈ അവസരം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശരാജ്യങ്ങളിൽ കഴിയുന്ന ഭഗവാന്റെ ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആ അവർക്കും ആവശ്യമായതെല്ലാം ഈശ്വരൻ ദാനം ചെയ്യട്ടെ. ആവശ്യമായതെല്ലാം എല്ലാ ആരാധനകളിലും തിരുവെഴുന്നള്ളത്തുണ്ടാകട്ടെ. ആരാധനകളിൽ തിരുവെഴുന്നള്ളത്ത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, ഒരു കാര്യം മഹാശക്തി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് ദേവീദേവന്മാരോടും ദൂതപരിവാരങ്ങളോടും കൂടി മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്താണ്. ആ ദേവീദേവന്മാരോടും ദൂതപരിവാരങ്ങളോടും കൂടി മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്ത്. ആ ഒരു ആരാധന നടക്കുന്ന വീട്ടിൽ ഒരു ആരാധന നടക്കുന്ന വീട്ടിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയല്ല, ഏത് വിധത്തിൽ ഒരുക്കപ്പെട്ടു എന്ന് നോക്കിയാണ് മഹാശക്തി എഴുന്നള്ളുന്നത്. ഏത് വിധത്തിൽ ഒരുക്കപ്പെട്ടു എന്ന് നോക്കിയാണ് മഹാശക്തി. സത്യം പാലിച്ചിടുന്ന വീട്ടിലെല്ലാം ഈശ്വരൻ എഴുന്നള്ളും. സത്യം പാലിച്ചിടുന്ന വീട്ടിലെല്ലാം ഈശ്വരൻ എഴുന്നള്ളും. ആ സത്യം പാലിക്കുന്ന ഹൃദയത്തിൽ എഴുന്നള്ളും. സത്യം പാലിക്കുന്ന ഹൃദയത്തിൽ അങ്ങനെ എഴുന്നള്ളത്തുണ്ടാകുമ്പോൾ അവിടെ ആ വാഗ്ദോഷങ്ങളോ പ്രവൃത്തിദോഷങ്ങളോ ഉണ്ടാകാൻ ഒരു കാരണവശാലും അവസരം ഉണ്ടാകരുത്. വാക്കുദോഷങ്ങളോ പ്രവൃത്തിദോഷങ്ങളോ ഉണ്ടാക്കുവാൻ ഒരു കാരണവശാലും അവസരങ്ങൾ. ആ അത് ഏറ്റവും വലിയ ദോഷമാണ്. ഏറ്റവും വലിയ ദോഷം. അനുഗ്രഹിക്കാൻ വരുന്ന മഹാശക്തി എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടി തരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അനുഗ്രഹിക്കാൻ എഴുന്നള്ളുന്ന
അതുകൊണ്ട് പാപശാപങ്ങൾക്കിരയാകാതെ അതുകൊണ്ട് പാപശാപങ്ങൾ മഹാശക്തിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി ജീവിക്കുവാൻ മഹാശക്തിയുടെ തിരുവനുഗ്രഹത്തിന് പാത്രീഭൂതരായി ജീവിക്കുവാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.